ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മോർണിംഗ് റുട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നത്. ബൈ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബ്രഞ്ചാണ്. സൺഡേ യൂഷ്വലി ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. അപ്പോൾ ബ്രഞ്ചിൻ്റെ ടൈമിലാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രഞ്ചിന് ബോയിൽഡ് എഗ്ഗാണ് ഞങ്ങൾ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നോട്ടിഫിക്കേഷൻസ് നോക്കിയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത കുറച്ച് പാർസൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ പോയി. കാണുന്നത് ഞങ്ങളെ ഡോമിറ്ററിൻ്റെ ലോബിയാണ്. ഡോമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റുഡൻസ് കാർഡ് സ്കാൻ ചെയ്യണം, അപ്പോഴാണ് ഡോർ ഓപ്പൺ ചെയ്യുക. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കളക്ഷൻ പോയിന്റിലേക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത കൊറിയേഴ്സ് ഒക്കെ വരിക. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഈ കാണുന്ന ബിൽഡിംഗ് ഞങ്ങളെ യൂണിവേഴ്സിറ്റിൻ്റെ ജിംനേഷ്യാണ്. അതുപോലെ മുന്നേ കണ്ടത് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാൻറ്റീനാണ്. ഈ ബിൽഡിംഗ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോവാറ്. എല്ലാ ഗ്രോസറി ഐറ്റംസ് ഒന്നും കിട്ടൂലെങ്കിലും പെട്ടെന്ന് പർച്ചേസ് ചെയ്യേണ്ട മിനി ഐറ്റംസ് ഒക്കെ ഇവിടുന്നാണ് മേടിക്കാറുള്ളത്. ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളത് എടുത്ത് മുറിക്കാൻ നിന്നപ്പോൾ അവിടെയുള്ള ലേഡി വന്നിട്ട് അത് എടുത്ത് മുറിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അവരാണ് പിന്നെ ഞങ്ങൾക്കത് എടുത്ത് തന്നത്. സുഖ ഇച്ചി ഇച്ചി അവർ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു പഴം മതി എന്ന്. അപ്പോൾ ഞങ്ങൾ 4 എണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരതെടുത്ത് ബില്ല് ചെയ്ത് തന്നു. 2 ദിവസത്തിനുള്ള മീൽ പ്രപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ അവിടുന്ന് എടുത്തിട്ട് പിന്നെ ബില്ല് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. സൂപ്പർ മാർക്കറ്റ്, സലൂണ്, ലോണ്ട്രി, കൊറിയർ പിക്കപ്പ് പോയിന്റ്, സ്റ്റേഷനറി, പ്രിന്റിങ്, അങ്ങനെ സ്റ്റുഡൻസിന് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള കൊറിയർ പിക്കപ്പ് പോയിന്റ്സ് ആണ്. ഒന്ന് ചൈന പോസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ കൊറിയേഴ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊറിയർ പിക്കപ്പ് പോയിന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല യൂസ്ഫുള്ളും ആണ്, സ്റ്റുഡൻസിന് ഭയങ്കര കൺവീനിയൻറ്റും ആണ്. ചൈനീസ് സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഒക്കെ ഇവിടെയാണ് കൊറിയർ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം കുറേ കൊറിയേഴ്സ് അറ്റ് എ ടൈം ഉണ്ടാവാറുണ്ട്. ചൈന പോസ്റ്റിൻ്റെ കൊറിയർ പിക്കപ്പ് പോയിന്റ് അല്ലാണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ വേറൊരു സൈഡിലും കൂടെ കൊറിയർ പിക്കപ്പ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊറിയേഴ്സ് കുറേ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴിയാണിത്. ഈ കാണുന്ന വഴിയെല്ലാം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെയാണ്. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ മരങ്ങളെ ബാക്കിലായിട്ട് ഒരു മതിലുണ്ടായിരുന്നു ഞങ്ങൾ വെക്കേഷന് പോണതിൻ്റെ മുന്നേ. ആ ഒരു മതിൽ വരെ യൂണിവേഴ്സിറ്റി മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് നടക്കാറ്. അതുകൊണ്ട് 2 മന്ത്സിന് വെക്കേഷന് പോയി വന്നപ്പോഴത്തേന് കുറേ അധികം ചേഞ്ചസ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ചൈനീസ് സ്റ്റുഡൻസിൻ്റെ ഡോമെട്രി ആണ് കേട്ടോ. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ഡോമെട്രി ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചൈനീസ് സ്റ്റുഡൻസിനുള്ളതാണ്. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള വേറൊരു കൊറിയർ പിക്കപ്പ് പോയിന്റ് ആണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഇയർ മുതലാണ് ഇവിടെ ഒരു പിക്കപ്പ് പോയിന്റ് കൊടുത്തത്. നമ്മൾ ഓർഡർ ചെയ്ത കൊറിയേഴ്സ് ഒക്കെ കൂടുതലും ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കൊറിയർ എവിടെയാണ് വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. റോയും ഷെൽഫ് നമ്പറും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് നമ്മളെ കൊറിയർ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോണിൽ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കൊറിയേഴ്സ് ഒക്കെ കളക്ട് ചെയ്യണം. കൊറിയേഴ്സ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഫോണിൽ ഒരു QR കോഡ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്തു എന്ന് കൺഫേം ചെയ്യുകയും വേണം. ഇതൊക്കെ ആ കൊറിയർ പിക്കപ്പ് പോയിന്റിന്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. യൂണിവേഴ്സിറ്റിയിൽ അറൌണ്ട് 20 to 23 ഡോമെട്രീസ് ഉണ്ട്. ഈ കാണുന്നത് ചൈനീസ് സ്റ്റുഡൻസിന്റെ ഡോമെട്രികളാണ്. ഇതുപോലത്തെ കുറേ ഡോമെട്രികൾ ഇവിടെ ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രം ഒരു ഡോമെട്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചൈനീസ് സ്റ്റുഡൻസിന്റെയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമേ ഇവിടെ MBBS PG കോഴ്സസിന് വരുന്നുള്ളൂ. ബാക്കിയുള്ള ചൈനീസ് സ്റ്റുഡൻസിന് ഇവിടെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ 2 ക്യാൻറ്റീനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ചൈനീസ് സ്റ്റുഡൻസിൻ്റെ ഡോമെട്രിൻ്റെ അടുത്തായിട്ടാണ് ഈ വെസ്റ്റേൺ ക്യാൻറ്റീന്. ഈ കോർട്ടിൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ചൈനീസ് സ്റ്റുഡൻസിൻ്റെ ഡോമെട്രീസ് ആണ്. സ്റ്റഡീസിന് മാത്രമല്ല സ്പോർട്സിനും ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ഫീൽഡ്, ജിംനേഷ്യം
ജിംനേഷ്യം അങ്ങനെ എല്ലാം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലെ ജിംനേഷ്യമാണ്. ഇവിടെയാണ് നമ്മളെ ഗ്രാജുവേഷൻ സെറമണി, അത് വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ബാഡ്മിൻ്റൺ അങ്ങനെ ഉള്ള കോമ്പറ്റീഷൻസും അതുപോലെ എന്തെങ്കിലും സെറമണീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത്. രാവിലെ ബ്രഞ്ചിന് ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ലഞ്ചിന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. ഈ കാണുന്ന ക്യാൻറ്റീന് ഞങ്ങളെ ഡോമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്കാണ് എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരാറ്. ലഞ്ചിന് ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തത് വാട്ടർമെലൺ ആണ്. അപ്പോൾ അവിടുന്ന് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് നമുക്ക് പാക്കഡ് ആയിട്ടും കിട്ടും, നമുക്ക് ഇതുപോലെ ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യാൻ കൊടുക്കാനും പറ്റും. ഇന്ന് നമ്മൾ ലഞ്ചിന് വാട്ടർമെലൺ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാക്കഡ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് സെലക്ട് ചെയ്തത്. ഈ കാണുന്നതാണ് ഞങ്ങളെ ഡോമെട്രി. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡോമെട്രി ആണ്. അതിൻ്റെ ലോബീൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. ഇതാണ് എൻ്റെ റൂം. ഡോമെട്രിയിൽ റൂം ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ 90 പോയിൻറ്റ്സിൻ്റെ മുകളിൽ എക്സലൻറ്റ് റൂംസിന് കിട്ടുന്ന ഒരു ബാഡ്ജാണ് ഇത്. ഞങ്ങളെ റൂമിന് കഴിഞ്ഞ മന്ത് കിട്ടിയ ബാഡ്ജാണ് ഇത്. പിന്നെ റൂമിലെത്തി ചില്ലായിട്ടുള്ള വാട്ടർമെലണൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി കളക്ട് ചെയ്ത പാർസൽസൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ക്യൂട്ട് എസ്തെറ്റിക് ഐറ്റംസ് ഒന്നും മേടിക്കുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ പർച്ചേസ് ചെയ്ത ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഷോർട്സിൽ കാണിക്കാം. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങളൊരു മേക്കപ്പ് ഓർഗനൈസർ മേടിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ അത് അറേഞ്ച് ചെയ്യായിരുന്നു പിന്നെ പണി. ഇതിങ്ങനെ വൈറ്റ് MDF ബോർഡ് പോലത്തെ ഒരു ഷീറ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല പൊടിയുള്ളതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് അവളത് അറേഞ്ച് ചെയ്തത്. അത് അറേഞ്ച് ചെയ്യേണ്ട ഒരു മാനുവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സിമ്പിൾ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു. ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന പോലത്തെ ഒരു മോഡലായിരുന്നു ഇത് വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെയിം ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷെൽഫിൽ ഞങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്താലാണ് ഒന്നും കൂടെ കൺവീനിയൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഷെൽഫൊക്കെ മേടിച്ചത്. നൈറ്റ് ഡിന്നറിന് ഞങ്ങൾ ഓവർനൈറ്റ് ഓട്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യാൻ വെച്ചു. ഇന്നിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പെട്ടെന്ന് ചെയ്തിട്ട് വേറെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. കുറേ കാലമായിട്ട് ചെടികളൊക്കെ റീപോർട്ട് ചെയ്യാനും റീപ്ലാന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. വെക്കേഷന് പോണതിൻ്റെ മുന്നേ പർച്ചേസ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു സോയിൽ ബാഗ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ കോഫി ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് കോഫി ഗ്രൗണ്ട്സും കൂടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോഫി ഷോപ്പിൽ ഇങ്ങനെ കോഫി ഗ്രൗണ്ട്സ് നമുക്ക് പ്ലാന്റ്സ് വളർത്താൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ കോഫി ഗ്രൗണ്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോയിലും കോഫി ഗ്രൗണ്ട്സും മിക്സ് ചെയ്തിട്ട് നമ്മളെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റ്സിൻ്റെ മണ്ണൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്തു. അതിന് ശേഷം ആ പോട്ട്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ ഞങ്ങൾ ചെടികൾ വെച്ചിരുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ. അതും എൻ്റെ സിസ്റ്റർ ക്ലീൻ ചെയ്ത് തന്നു. ഈ ചെടികളൊന്നും ഞാൻ പുതിയത് പർച്ചേസ് ചെയ്തതൊന്നുമല്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പ്ലാന്റ്സിൻ്റെ ചെറിയ സ്റ്റെമ്മൊക്കെ എടുത്തിട്ട് ഞാൻ റീപോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സോയിലും പിന്നെ ഈ കോഫി ഗ്രൗണ്ട്സും മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്ലാന്റ്സ് ഞങ്ങൾ റീപോർട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ കുറച്ച് സോയിലും പിന്നെ കുറച്ച് കോഫി ഗ്രൗണ്ട്സും അങ്ങനെ മിക്സ് ചെയ്യാറ്. എനിക്ക് ഈ ചെടികളെ പേര് അങ്ങനെ കൂടുതൽ ഇതിനെപ്പറ്റി നോളജ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത് നോക്കാറുമില്ല. എനിക്ക് ഈ ചെടികളോടുള്ള ഇഷ്ടം ഉണ്ടായത് എൻ്റെ താത്ത അതുപോലെ എൻ്റെ ഇബ്ബ, അവർക്ക് രണ്ടാക്കും ചെടികൾ നല്ല ഇഷ്ടമാണ്. അവരിതുപോലെ ഇങ്ങനെ പ്ലാന്റ് ചെയ്യണതും പുതിയ ചെടികൾ വീട്ടിൽ വെക്കുന്നതും ഒക്കെ കണ്ടിട്ടാവും എനിക്കും ഇതിനോടുള്ള ഇഷ്ടം. അപ്പം അതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ട് മാറി UAE നിന്നിരുന്ന സമയത്താണെങ്കിലും ഞാനിതുപോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ ഇവിടെ ചൈനയിൽ വന്നിട്ടും ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തു. എൻ്റെ താത്താൻ്റെ അടുത്ത് ഇതുപോലെ കുറേ ചെടികൾ അവൾ UAE നിൽക്കുന്ന സമയത്ത് അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടും അങ്ങനെ കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്കും ഇങ്ങനെ ചെടികളോടൊക്കെ ഇഷ്ടമുണ്ടായിട്ടുണ്ടാവുക. വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാനിതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യണത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇബ്ബാൻ്റെ അടുത്തൊന്നും താത്താൻ്റെ അടുത്തൊന്നും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇത് ചെയ്യണ പോലെ ഞാൻ ചെയ്യണ കണ്ടിട്ട് എൻ്റെ സിസ്റ്ററിലോക്കും ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളും ഇന്ന് എൻ്റെ കൂടെ റീപോർട്ടിങ്ങിനും പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാനൊക്കെ കൂടി. ഇന്ന് ഈ ഒരു 3 പോട്ടിലേക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പ്ലാന്റ്സ് അറേഞ്ച്
ചെയ്തത്. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കാണുന്നതും ഇങ്ങനെ പ്ലാൻസ് ഒക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നൈറ്റ് ഞങ്ങൾ പുറത്ത് പോയിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റീൻ്റെ ബാക്കിൽ ഒരു ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റീൻ്റെ ബാക്കിലായതുകൊണ്ടാണെന്ന് അറിയില്ല, സീനിയേഴ്സ് ഇട്ട പേരാണ് ബാക്ക് സ്ട്രീറ്റ് എന്ന്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഞങ്ങളൊരു ചൗമിയാൻ മേടിച്ചു, അതായത് ഫ്രൈഡ് നൂഡിൽസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നൈറ്റ് ആയപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഫ്രൈഡ് നൂഡിൽസ് മേടിക്കാൻ. ഇവിടെ നമുക്കിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് നൂഡിൽസ് ആണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. വെജീസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലേക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് റൈസ് നൂഡിൽസ് ആണ്. പിന്നെ എൻ്റെ സിസ്റ്റർ അവിടുന്ന് എന്തോ ബൂരിൻ്റെ പോലത്തെ ഒരു ഡിഷ് കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് മേടിച്ച് തരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഇത് മേടിക്കാൻ വേണ്ടി പോയത്. അവളും അവളെ ഫ്രണ്ട്സ് ഇവിടുന്ന് എപ്പോഴും മേടിക്കാറുണ്ട്. അപ്പോൾ അവരെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവർ സംസാരിച്ചതാണ്. ഇവിടെ കുറേ ലോക്കൽ ഫുഡ്സ് ഉണ്ട്, ഞങ്ങളെല്ലാം ഒന്നും ട്രൈ ചെയ്യലില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഷോപ്പുകളിൽ നിന്ന് മാത്രമേ ഞങ്ങളും കഴിക്കാറുള്ളൂ. പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ വിൻ്റർ ആവുന്ന ടൈമിൽ സ്നോഫോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇനി മഴയും കാറ്റൊക്കെ ആയിട്ട് ഈ ഒരു മന്ത് ഫുള്ള് ഇങ്ങനെ തന്നെ ആവും. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു 0 ഡിഗ്രി അല്ലെങ്കിൽ -2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെയൊക്കെ പോവാറുണ്ട്. ഇതും ഞങ്ങളെ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്തൊരു സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതും എനിക്ക് മേടിച്ച് തരണം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിരുന്നു. ഇവിടെ ഇതുപോലെ പോപ്കോൺ അങ്ങനെ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ അവരത് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് തരിക. പിന്നെ അവിടുന്ന് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ അവിടുന്ന് ഒരു 20-25 മിനിറ്റ്സ് ബൈക്കിൽ ട്രാവൽ ചെയ്യണം. അങ്ങനെ ഒരു ഫേക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. ഇത് റിയൽ ബീച്ചൊന്നല്ല, ഇവിടെ ഫോറിനേഴ്സ് പറയണതാണ് ഫേക്ക് ബീച്ച് എന്ന്. അപ്പോൾ അവിടെ പോയി ഈ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഈ ചിക്കൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നാട്ടിലൊരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ നൂഡിൽസും എൻ്റെ സിസ്റ്റർ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. അവൾക്കും ഇത് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അതിൽ കൂടെയൊക്കെ നടന്നു. വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ വന്നിരുന്ന പോലെയൊന്നും അല്ല ഈ പ്ലേസ്. പിന്നെ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡോമിലേക്ക് തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് ടൈറ്റിൽ അങ്ങനെ കൊടുത്തത്. കാലിഗ്രഫി നെയിം ആർട്ട് സീരീസൊക്കെ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങളെ നെയിംസൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.